ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുലിഖിതം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷകളുടെ സമയത്ത് ഈശോ പ്രത്യേകമായി സ്നേഹിക്കുന്ന 3 മേഖലകളെ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മേഖല കൈക്കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ബാലികാബാലന്മാർ, വിദ്യാർത്ഥിനികൾ, യുവതിയുവാക്കന്മാർ, പുതുതലമുറയെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടെ ഈശോ അനുഗ്രഹിക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളും ഇനി ആരെങ്കിലും കുട്ടികൾ വരാണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് കൂട്ടി കുട്ടികളെല്ലാം ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരാൻ വേണ്ടി ഉത്സാഹിക്കുക. മറ്റൊരു മേഖല വലിയ പ്രായമുള്ള വാർദ്ധക്യത്തിരിക്കുന്നവരെയും വളരെ ക്ഷീണമുള്ളവരെയും വലിയ മനപ്രയാസം, സങ്കടം, ക്ലേശം, ദുരിതം, വിഷമം, ഇങ്ങനെ ക്ഷീണിച്ചവരും ഭാരം വഹിക്കുന്നവരും ക്ലേശിക്കുന്നവരുമായ കുടുംബങ്ങളെയും കർത്താവിൻ്റെ വേലക്കാരെയും ഈശോ സ്നേഹിക്കുന്നതായി അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനിയൊരു മേഖല രോഗികളും ശരീരത്തിലും ആത്മാവിലും മനസ്സിലും തകർന്നവരുമായ രോഗപീഠയുള്ള സഹോദരീ സഹോദരങ്ങളെ വലിയ വാത്സല്യത്തോടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോ അടുത്ത് നിന്ന് സുഖപ്പെടുത്തുന്നതായും സ്നേഹിക്കുന്നതായും അച്ഛന് വെളിപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ വലിയൊരു സ്തുതിപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. കുടുംബത്തിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി ഇതിൽ പങ്കാളികളാക്കാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിക്കുക. കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാം നല്ല തീഷ്ണതയോടെ ഇപ്പോൾ ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു അതേപോലെ ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കണം. കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുക. ആരെങ്കിലും ഒരു അനുഭവമോ വിശ്വാസമോ മങ്ങി നഷ്ടപ്പെട്ട അവസ്ഥ ഇരിക്കുന്നുണ്ടെങ്കിൽ, നീ നിരാശയിലും സങ്കടത്തിരിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ ദൈവവചനത്തിൻ്റെ അടുത്തേക്ക് വരിക. ഈ വചന പ്രഘോഷണ സമയത്ത് സ്വർഗത്തിനൊരു അത്ഭുതം ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ദൈവസ്തുതിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. എന്റെ പേര് ഉഷ. ഞാൻ പൊൻകുന്നത്ത് നിന്നാണ് വരുന്നത്. പെടലിക്ക് വേദന ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിലൊക്കെ പല ആശുപത്രിയിലും പോയിട്ട് എനിക്ക് കുറവില്ലായിരുന്നു. ഏറ്റവും കൂടി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അസ്ഥി തേയി വന്നാണ് പറഞ്ഞു ഡോക്ടർ. ഒരിക്കലും കുറയില്ല, ജോലിയൊന്നും ചെയ്യാതെ അനങ്ങാതിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അത് സങ്കടത്തോടെയാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ പട്ടായത്തിൻ്റെ ധ്യാനം വന്നപ്പോൾ ഞാൻ പോയി. കാഞ്ഞിരപ്പള്ളിയിലല്ലേ? അക്കരപ്പള്ളിയിൽ. കാഞ്ഞിരപ്പള്ളിയിൽ ഭയങ്കര 5-ാമത്തെ ദിവസം രോഗശാന്തിക്കുള്ള പ്രാർത്ഥന ആയിരുന്നു. അന്ന് എനിക്ക് പെട്ടെന്ന് എനിക്കൊരു വേദന പോലെ തോന്നി. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞങ്ങ് തടിച്ചു പൊങ്ങി. പിന്നെ എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈശോ അനുഗ്രഹിച്ചതായിരിക്കും ഉഷേ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പിന്നെ ചൊറിഞ്ഞു തടിക്കാൻ ഗുളിക കഴിച്ചപ്പോൾ ചൊറിഞ്ഞു തടിക്കാൻ തുടങ്ങി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ വേദന ഉണ്ടായ സമയത്ത് സൗഖ്യം പ്രാപിച്ചു. പിന്നെ ആവശ്യമില്ലാതെ ഗുളിക കഴിച്ച് ഇങ്ങനെ ചിലപ്പോ അങ്ങനെ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ചൊറിഞ്ഞു തടിച്ച് പിന്നെ നമ്മൾ മനസ്സോടെ വേണ്ടാന്ന് നോക്കണം ഗുളിക. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഗുളിക കഴിച്ചില്ല. തൊട്ടടുത്തുള്ള ആൾ ആത്മീയ ഉപദേശം കൊടുത്ത്, അതാണ് പറഞ്ഞ ഒരാൾക്കൊരു ഞെരുക്കം വരുമ്പോൾ തൊട്ടടുത്ത് ആത്മീയക്കാരുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ആത്മീയ ഉപദേശം കൊടുത്ത് സ്റ്റഡിക്ക് നടത്തും. അപ്പോൾ ഇത് ഒരു ആത്മീയ ഉപദേശം കൊടുത്ത്, പക്ഷേ ഇനി വെറുതെ ആവശ്യമുള്ള ഗുളിക കഴിക്കുന്നത് ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്ന് ഒരു പ്രബോധനം ഈ മകൾക്ക് കൊടുത്തു. അതോടുകൂടി ഈ മകളെ ഉപദേശം സ്വീകരിച്ചു. പിന്നെ ഗുളിക കഴിച്ചില്ലല്ലോ. ഇല്ല. അപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ശരിക്കും കുറഞ്ഞു. നല്ല വ്യത്യാസം, നല്ല സുഖം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധിമുട്ട് വേദന ഒന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, വർഷങ്ങളായ ആ കഠിന വേദനയിലേക്കാണ് വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അങ്ങോട്ട് നിറഞ്ഞു. ഈ സമയം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാം.
കുടുംബങ്ങളിൽ ഇരിക്കുന്നവർ പ്രിയ മക്കളെ, മാതാപിതാക്കന്മാരോട് കൂടെ എഴുന്നേറ്റ് നിൽക്കുക. മാതാപിതാക്കന്മാർ ആരെങ്കിലും ഇപ്പോൾ വലിയ ക്ഷീണത്തിലൊക്കെ ആണെങ്കിൽ എഴുന്നേക്കാൻ പറ്റുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. രോഗികൾ അവരുടെ രോഗാവസ്ഥയിരുന്ന് സാധിക്കുന്ന പോലെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ലക്ഷോപലക്ഷം ദൈവമക്കൾ, വിശ്വാസികളും ദൈവത്തിൻ്റെ മക്കളും ഇതാ രാജ്യങ്ങളിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. പ്രിയമക്കളെ ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന. ഓ ദൈവമേ, കുടുംബങ്ങളിലേക്ക് അത്ഭുതങ്ങൾ ചൊരിയണമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ, അന്ധകാരങ്ങളെ തകർക്കണമേ. ഓരോ കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ കോട്ടകൾ ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. ആരാധന, ആരാധന. ഓ എതിർ ശക്തികൾ, അന്ധകാര പീഡകൾ, പൈശാചിക പീഡകൾ, കുടുംബങ്ങളെ തകർക്കുന്ന ദുർബാധകൾ, ദുർഭൂതങ്ങൾ, ദുർശക്തികൾ, വചനത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെയും അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന. യേശുവേ, യേശുവേ. ഓ ദൈവമേ, സ്പർശിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, ബാലികാ ബാലന്മാരെ സ്പർശിക്കണമേ, വലിയ ഉണർവ് നൽകണമേ. ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. യേശുവേ, ആരാധന. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. ഓ ദൈവമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കാൻ ദൈവമക്കൾക്ക് തടസ്സമുണ്ടാക്കുന്ന എല്ലാ തടസ്സ ശക്തികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. ഹല്ലേലൂയ. പരിശുദ്ധ മാതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ. ഓരോ കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കസേരയിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തെ മുറുകെ പിടിക്കുക, മുറുക്കി പിടിക്കുക. ദൈവത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഞാനും നിങ്ങളും എന്തു ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകളെ ഈ കാലഘട്ടത്തിൽ അച്ഛൻ കാണാൻ ഇടവന്നിട്ടുണ്ട്. അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛാ ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഇനി എങ്ങനെ ഞങ്ങൾ തലപൊക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വ്യക്തികളുടെ തകർച്ചയിൽ അവർ വളരെ വേദനയോടെ അവരുടെ ജീവിതത്തിന് മുന്നോട്ടൊരു ചുവട് വെക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാ? ഞങ്ങൾ എന്ത് ചെയ്യണം? അച്ഛനൊന്ന് പറ. ദൈവവചനത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവധാനപൂർവ്വം ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ദൈവമേ, തകരുന്ന ഈ ദൈവമക്കളുടെ ഈ കണ്ണുനീരിന്റെ നടുവിൽ അവിടുന്ന് സ്വർഗത്തിൽ ഒരു ഉത്തരം കൊടുക്കണമേ. ഞാൻ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തന്ന ഒരു ദൈവ വചന ഭാഗമുണ്ട്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 40 മുതൽ 56 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ യേശുവിൻ്റെ അരികിൽ സിനഗോഗിലെ ഒരധികാരിയായ ജൈറോസ് വന്ന് ഒരു പ്രത്യേക പ്രശ്നം ഉന്നയിക്കുകയാണ്. അവൻ പറഞ്ഞു, ഗുരു, എൻ്റെ ഏക മകൾ ഇതാ ആസന്ന മരണയായി കിടക്കുന്നു, വേഗം വന്ന് രക്ഷിക്കണമേ. അങ്ങനെ യേശു ജൈറോസിന്റെ കൂടെ പുറപ്പെടുകയാണ്. വലിയ ജനക്കൂട്ടം അവന് ചുറ്റിലും തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ നടന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ വരുന്നതും അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്ന രംഗങ്ങളെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങോട്ട് മൂവ്മെന്റ് സ്പീഡിൽ നീക്കാൻ പറ്റുന്നില്ല. അവിടെ വലിയ തടസ്സങ്ങളാണ് വഴിയിൽ. ജനങ്ങളെല്ലാം ചുറ്റും ഭയങ്കരമായി കൂട്ടം കൂടിയിരിക്കുകയാണ്. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിനിടയിൽ ഇതാ ജായിറോസിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, മകൾ മരിച്ചുപോയി. വലിയ ഒരു പ്രയാസം അവിടെ ഉടലെടുക്കുകയാണ്. ആ ജായിറോസ് എന്ന സിനഗോഗ് അധികാരിയുടെ ആ മാനസിക ഭാവങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഇനി ആകെ ഒരു രക്ഷാമാർഗം യേശു അത്ഭുതം ചെയ്യും എന്നുള്ളൊരു വിഷയമായിരുന്നു. അവൻ യേശുവിൻ്റെ അടുത്ത് ഒന്ന് ഉണർത്തിച്ചു. യേശു അത് രക്ഷപ്പെടുത്താൻ വേണ്ടി വരികയാണ്. പക്ഷെ വഴിക്ക് വെച്ച് ഇതാ കുട്ടി മരിച്ചുപോയി. ഈ ജായിറോസിന്റെ മനസ്സിന്റെ പീഡ, ഒരു വലിയ ആകുലം, മനപ്രയാസം, സങ്കടം, ഇതെല്ലാം മനസ്സിലാക്കി യേശു ജായിറോസിനെ നേരെ തിരിഞ്ഞു. അവന്റെ ദുഃഖാകുലമായ കണ്ണുകൾ, ചങ്ക് പടയ്ക്കുന്ന വേദന, ഹൃദയം പൊട്ടി തകരുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ യേശു ജായിറോസിനെ നേരെ തിരിഞ്ഞു. യേശു ജായിറോസിനോട് പറയുകയാണ്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഭയാനകമായ തകർച്ചകളിൽ ഞാനും നിങ്ങളും ചെയ്യണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശു ജായിറോസിന് പറയാണ്, ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നിലയില്ലാ കയത്തിലേക്ക് താഴുന്നത് പോലെ ഒരു അനുഭവമാണ് ഇപ്പോൾ നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മകൾ മരിച്ചു, നീ വലിയ കണ്ണുനീരിലാണ്, നിന്റെ ഹൃദയം പടയുന്ന വേദനയാണ്, നിന്റെ ഹൃദയം പൊട്ടുന്ന വേദനയാണ്. ഇതെല്ലാം ശരി മകനെ, പക്ഷേ നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ജായിറോസിനെ നേരെ നോക്കി യേശു പറഞ്ഞു, ലൂക്ക 8:50 ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. ഈ പ്രശ്നത്തിൽ നിന്ന് നിന്റെ കുടുംബം സന്തോഷത്തിലേക്ക് വരാൻ, നിന്റെ വിലാപത്തിന്റെ ഈ ചാക്ക് വസ്ത്രം മാറ്റി നീ ആനന്ദത്തിന്റെ നൃത്തത്തിലേക്ക് നീ നീങ്ങാൻ, നിന്റെ ഈ കണ്ണുനീരും നിന്റെ ദുഃഖാകുലമായ അവസ്ഥകൾ മാറി നിന്റെ ജീവിതത്തിൽ ചിരി ഉയരാൻ, സന്തോഷം കൊണ്ട് നിറയാൻ, ആനന്ദം കൊണ്ട് നിറയാൻ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. യേശു പറഞ്ഞു. ദൈവപുത്രനായ യേശു നമുക്ക് തരുന്നൊരു ഉത്തരമാണിത്. നമ്മുടെ കഠിനമായ ജീവിത പ്രശ്നങ്ങളിൽ, നമ്മുടെ കഠിനമായ പ്രതികൂലങ്ങളിൽ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നാം നിലയില്ലാ കയത്തിലേക്ക് പിടിവിട്ട് ഇതാ നിബന്ധിച്ച് നശിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് പോലും ദൈവത്തെ മുറുകെ പിടിച്ച് എൻ്റെ ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയും, എൻ്റെ ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയും ഉറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ദൈവത്തെ തന്നെ നോക്കിയിരിക്കുക. ഇതാണ് നമ്മുടെ രക്ഷകനായ യേശു നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 18:14 ദൈവത്തിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ മോൾ UK കുഞ്ഞിനെ പ്രസവിച്ചു. ഓപ്പറേഷനായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ കുഞ്ഞിൻ്റെ നെറ്റിയിലും കവിളിലും ചുമപ്പ് നിറം. എന്നാൽ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം പറഞ്ഞു ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും, കണ്ണിന് കാഴ്ച കുറയും, അങ്ങനെ ആകെ ഇതായി. അന്നേരം അവൾ വീട്ടിലേക്ക് വന്നു തന്നെ ഞങ്ങൾ ചെയ്യാളിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടെ 33 വിശ്വാസ പ്രമാണം, 33 എത്രേൻ്റെ മാതാവേയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അഭിഷേകാഗ്നി പ്രോഗ്രാം ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടേയിരുന്നു. അത് വചന ശുശ്രൂഷ അഭിഷേകാഗ്നി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഒരുപാട് അച്ഛന്മാർ കുർബാന അർപ്പിക്കുന്നുണ്ട്. ഈ അഭിഷേകാഗ്നി സമയത്ത് അനവധി കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പറഞ്ഞ് അഭിഷേകാഗ്നിയുടെ സമയത്ത് ദൈവം കുടുംബങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ധാരാളം അച്ഛന്മാർ ബലിയർപ്പിച്ചും ഉപവാസത്തൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അഭിഷേകാഗ്നി ശുശ്രൂഷ. അതിൽ ഇവരങ്ങോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ അറിഞ്ഞ് നാട്ടില് കുർമനാടം ഞങ്ങളുടെ ഇടവയിൽ തന്നെ ബഹുമാനപ്പെട്ട വട്ടായി അച്ഛൻ്റെ ധ്യാനം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു നമുക്ക് അവധി എങ്ങനെയാലും വിസ സംഘടിപ്പിച്ച് നമുക്ക് നാട്ടിലേക്ക് പോകാം, നമുക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാമെന്ന്. അപ്പോൾ അവർ ഡോക്ടർമാർ ലേസർ ചികിത്സ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ അതിൽ നിന്ന് പിന്മാറുന്നില്ല. അന്നേരം ഞങ്ങൾ ദേശീയമായിട്ട് പ്രാർത്ഥിച്ചു ലേസർ തീർത്താൻ നീട്ടിക്കിട്ടുവാൻ വേണ്ടി. അങ്ങനെ നീട്ടിക്കിട്ടി കൊച്ചിന് വിസ എല്ലാം ശരിയായി. ഞങ്ങൾ ഇതുപോലെ കുർമനാടൻ പള്ളിയിലേക്ക് കുട്ടിയുമായിട്ട് വന്നു. 2 മാസമായ കുഞ്ഞുമായി വന്നു.
അവിടെ നിന്ന് ഞങ്ങൾ ധ്യാനത്തിൽ 4 ദിവസം അച്ഛനെ ഒന്ന് കണ്ടു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. അത് വലിയ കാര്യമുള്ള കാര്യമല്ല, അതിനകത്ത് നേരിട്ട് കാണേണ്ട ആവശ്യമില്ല, ഇത് പങ്കെടുത്താൽ മതി, അപ്പം തന്നെ അനുഗ്രഹമാവും. അന്നേരം 5-ാം ദിവസം അവിടെ രോഗിയുടെ അച്ഛൻ കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഞങ്ങളത് ഈ കുഞ്ഞിനെ അച്ഛൻ അപ്പം മോൾ പറയായിരുന്നു, അച്ഛൻ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈ വെച്ചാൽ മാത്രമായി എൻ്റെ രോഗം സുഖപ്പെടും എന്ന വിശ്വാസം അവിടെ വെച്ച് അവൾ പറയുമായിരുന്നു. അങ്ങനെ വെച്ച് തന്നെ പറയാം. പോയ പല ആളുകളും പല സ്വഭാവത്തിലാണ്, പക്ഷേ ഇവർ കുടുംബത്തിൽ വിശ്വാസത്തിന്റെ കൃപ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും വിശ്വാസം നഷ്ടപ്പെടാൻ സമ്മതിച്ചില്ല കുടുംബം. അങ്ങനെ അച്ഛൻ കൈ വെച്ചാൽ എൻ്റെ കുഞ്ഞ് സുഖപ്പെടുമെന്ന് അവൾ ഉറച്ച് വിശ്വസിച്ചു. അത് യേശുവിന്റെ നാമത്തിലൊരു വിശ്വാസമാണത്. അങ്ങനെ ഇവിടെ വന്ന് 5-ാം ദിവസം ധാരാളം ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വന്നു, ആയിരക്കണക്കിന് ആളുകൾ. ആ കൂടെ അച്ഛനും കുഞ്ഞിന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾ സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്നപ്പോൾ ആ പ്രാർത്ഥനയിൽ തന്നെ ഈശോ പ്രവർത്തിച്ചു. കുഞ്ഞിന്റെ രോഗം അപ്പോൾ തന്നെ സുഖമായി. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ചുമപ്പ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, അയ്യോ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ. അത് കഴിഞ്ഞ് ഇവർ തിരിച്ച് UK പോയി. UK ചെന്നപ്പം ഡോക്ടർമാർ ലേസർ ചികിത്സ ചെയ്യണമെന്ന് തന്നെയായിരുന്നു. അന്നേരം ഇവർ അപ്പോയിൻമെൻറ്റ് അവിടെ വന്നു. ഇവരതിന് ചെന്നപ്പം ഡോക്ടർ ഈ കുഞ്ഞിനെ നമ്മൾ ജനിച്ചപ്പം ഞാനും കണ്ട ഇവിടെ മുഴുവൻ ചുമപ്പ്, ഇവിടെ കുഴപ്പം, ഈ കുഴപ്പം തലച്ചോറിനെ ബാധിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നത്. ഇവിടുത്തെ കുഴപ്പമില്ലെന്നും പറഞ്ഞു. അന്നേരം ഇവർ ഡോക്ടർ അവിടുത്തെ സീനിയർ ഡോക്ടറെ തന്നെ കാണിച്ചു. സീനിയർ ഡോക്ടർ നോക്കിയാൽ ചോദിച്ചു, എത്ര ലേസർ ചെയ്തു എന്ന് ചോദിച്ചു. പിന്നെ ഇവള് പറഞ്ഞു, ഇല്ല ലേസർ ഒന്നും തന്നെ ചെയ്തില്ല. അപ്പോൾ എങ്ങനെ ഈ കുഞ്ഞിൻ്റെ രോഗം ഇത്രയും ഭേദമായി എന്ന് ചോദിച്ചു. പിന്നെ ഇവൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഇടവപ്പള്ളി ഞങ്ങളുടെ ധ്യാനം കൂടി, ബഹുമാനപ്പെട്ട വട്ടായി അച്ഛൻ്റെ ധ്യാനം കൂടി സുഖപ്പെട്ടതാണ്. എന്നാൽ ഡോക്ടർമാർ പലരും വന്നു, ധാരാളം ഡോക്ടർ UK-ലുള്ള കുറെ ഡോക്ടർമാർ പിന്നെ ഇങ്ങനെ ക്യൂ ആയിട്ട് വന്ന് കാണുക. ലിവർപൂൾ റോയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാ. അവരെല്ലാവരും കൂട്ടമായിട്ട് നോക്കിയിട്ട് ഒന്നും തന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഉടനെ അവർ ചോദിച്ചു, അവർ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയാന്ന ലേസർ ഇത് വർക്കൗട്ട് ആയല്ലോ, ലേസറിനേക്കാൾ വർക്കൗട്ട് ആയല്ലോ നിങ്ങളുടെ പ്രാർത്ഥന ആയല്ലോ എന്ന്. ലേസർ വർക്കൗട്ടായി, ദൈവത്തിന് സ്തുതി പറഞ്ഞു. കണ്ണിന് ഇപ്പോൾ പരിശോധിച്ചില്ല, കണ്ണിനും അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. കുഞ്ഞ് ഓരോ സാധനം ചെന്ന് എടുത്തോണ്ട് വരും, അത് കൊണ്ടുവെക്കും, പറയുന്ന എല്ലാം കേൾക്കും. അവർക്ക് യാതൊരു രോഗം ആ കുഞ്ഞിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. 1 വയസ്സായി, കുഞ്ഞിന്റെ ഫോട്ടോ ഒരു രോഗമില്ല അല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയാൽ ഒന്ന് തൊട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അത്ഭുതകരമായി ഈശോ അങ്ങ് സുഖപ്പെടുത്തി. പിന്നെ ഈ കൊച്ചിനെ കണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഒന്ന് കാണും, എന്താ കുട്ടിക്ക് പറ്റും എന്ന് പറഞ്ഞ് നോക്കി പോവാ. അപ്പോൾ എനിക്ക് ഇതുപോലെ കഴുത്തിന് കംപ്ലൈൻ്റ് ആയിരുന്നു. കഴുത്തിൻ്റെ ഇത് കശേരിക്കലെല്ലാം പോയത്. അപ്പോൾ ഓപ്പറേഷൻ സാധിക്കുകയല്ല, മരുന്നുകൊണ്ട് സാധിക്കുകയല്ല, ഫിസിയോതെറാപ്പി ചെയ്തു. മരുന്ന് കൊണ്ട് ഇത് സാധിക്കില്ല, ഓപ്പറേഷൻ തന്നെ വേണം. ഇത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലായിരുന്നു. 4 എണ്ണം ചെയ്തപ്പം തന്നെ വേദന കൂടി. ഇപ്പം ഡോക്ടർ ഞാൻ കൈ ഒഴിഞ്ഞിരിക്കുന്നു, ഞാൻ കൈ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, ഞാൻ കൈ ഒഴിഞ്ഞാലും എന്നേക്കാൾ വലിയ വൈദ്യനുണ്ട്, കർത്താവ് യേശു ഉണ്ട്, യേശു നിങ്ങളെ സുഖപ്പെടുത്തി, യേശുവിനോട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ വീട്ടിലേക്ക് വെച്ചു. പക്ഷേ കുഞ്ഞിന്റെ കാര്യം കൊണ്ട് ഞാൻ എന്റെ കാര്യം പ്രാർത്ഥിച്ചില്ല. അത് നല്ല അമ്മയാണ്. അമ്മ കുട്ടിയുടെ വേദന ഉണ്ടാവും, അമ്മയുടെ വേദന മറന്നു ആ കുട്ടിക്ക് വേണ്ടി. അതാണ് അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത്. അച്ഛൻ കുറുമനാടൻ പള്ളി വിളിച്ചു പറഞ്ഞു, റോസമ്മ എന്ന സ്ത്രീയുടെ കാലാകാലങ്ങളിലുള്ള വേദനയും ദുഃഖവും കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. കുറുമനാടൻ പള്ളി വിളിച്ചു പറഞ്ഞു. അങ്ങനെ എന്റെ അസുഖം മാറി. ഇപ്പൊ വിഷമമില്ലല്ലോ. ഡോക്ടർ കൈയൊഴിഞ്ഞ കേസാണ്, പക്ഷേ അനൗൺസ് ചെയ്ത സമയത്ത് ശരീരത്തിൽ അത് ഒഴിഞ്ഞങ്ങൾ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയാൽ എത്ര പ്രകടമായിട്ട് ആ വിശ്വാസത്തിന് സ്വർഗത്തിൽ നിന്ന് ഉത്തരം വന്നത്. അതാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് കർത്താവ്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയപ്രകൃതിയും ചഞ്ചലചിത്തതുമായ ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞ ദൈവത്തിൻ്റെ അപ്പോസ്തലൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലൊരു കുറവ്, ജീവിതത്തിലൊരു കുറവ്, ഒരു വലിയ പ്രശ്നം, പഠനത്തിലൊരു ബുദ്ധിമുട്ട്, സ്കൂളിലൊരു പ്രശ്നം, ജീവിതത്തിലൊരു പ്രയാസം, ബിസിനസ്സിലൊരു തകർച്ച, കൃഷിയിലൊരു നാശം, ദേശത്ത് മഴയില്ല, എന്തു തന്നെ ആകട്ടെ, വെള്ളപ്പൊക്കമോ പ്രകൃതിക്ഷോഭമോ കലാപമോ യുദ്ധമോ എന്തു തന്നെ ആകട്ടെ, നിങ്ങളുടെ പരിധിയിൽ നിൽക്കാത്ത,
നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നിങ്ങളുടെ കൈവിട്ടുപോയൊരു കേസാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, മകനെ മകളെ, നീ ചഞ്ചല പ്രകൃതിയാകരുത്, നീ ഹൃദയം തകർന്ന് നിരാശപ്പെട്ടിരിക്കരുത്, നീ മനസ്സിൽ തകർന്നവനായി അന്ധകാരത്തിലേക്ക് നീ പോകരുത്. വചനം പഠിപ്പിക്കുകയാണ്, ഉദാരമായി നൽകുന്നവനാണ് നമ്മുടെ ദൈവം, കുറ്റപ്പെടുത്താത്തവനാണ് നമ്മുടെ ദൈവം, കരുണയോടെ കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം, ആകാശം ചായ്ച്ചിറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം, ഓരോ മകന്റെയും മകളുടെയും കണ്ണുനീരിന് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. വചനം പഠിപ്പിക്കുകയാണ്, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് ദൈവം. എന്നിട്ട് വചനം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് സദൃശം. അങ്ങനത്തെ ഒരു വ്യക്തിയെ ദൈവം അംഗീകരിക്കുന്നില്ല. ഒരു പ്രശ്നം ഈ കുടുംബം കണ്ടില്ലേ, പൂർണ്ണമായും ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിച്ച് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ വിശ്വാസം ദുർബലമായി പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ വിശ്വാസത്തിൻ്റെ കൃപ തുറന്നു തരണം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 50-ാം തിരുലിഖിതം, യേശു തിരിഞ്ഞ് അവനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. 2 കരങ്ങൾ ഉയർത്തി, ദൈവമേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ സന്ദർശിക്കണമേ, വിശ്വാസത്തിൽ ക്ഷയം അനുഭവിക്കുന്ന മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഓരോ മകന്റെയും ഓരോ മകളുടെയും ഓരോ കുടുംബങ്ങളുടെ മേൽ അത്ഭുതകരമായ അഭിഷേക ശക്തി, വിശ്വാസകൃപ ഉണരട്ടെ. അന്ധകാരങ്ങളും അവിശ്വാസങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. ഓ, പ്രാർത്ഥനാഭിഷേകം നിറയട്ടെ. ദൈവത്തെ മുറുകെ പിടിക്കാനുള്ള കൃപ നിറയട്ടെ. ദൈവത്തെ ഉറച്ചു വിശ്വസിക്കാനുള്ള കൃപ നിറയട്ടെ. ഓ, ദൈവത്തെ ഉറച്ചു വിശ്വസിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിന് ഉറപ്പ് നൽകണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ, ഓരോ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഓരോ കുഞ്ഞിനെ അഭിഷേകം ചെയ്യണമേ, ഓരോ വിദ്യാർത്ഥിയെ അഭിഷേകം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 14-ാം തിരുലിഖിതം, ദൈവത്തിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു, അഖിലത്തിനുടയോനെ ആരാധിക്കുന്നു, ഉത്ഥാനം ചെയ്തവനെ ആരാധിക്കുന്നു, അഖിലത്തിനുടയോനെ ആരാധിക്കുന്നു, ഉത്ഥാനം ചെയ്തവനെ ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്ന സമയമാണ്.
രോഗികൾ അവരവർ കിടക്കുന്ന സ്ഥലങ്ങളിൽ കിടന്ന് ഈശോയിലേക്ക് നോക്കി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഓരോ പ്രയാസത്തിൽ ഇരിക്കുന്നവർ യേശുവിലേക്ക് ഹൃദയം ഉയർത്തുക. ഹൃദയം എത്രമാത്രം പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാമോ അത്രയും തീഷ്ണതയോടെ യേശുവിലേക്ക് നോക്കി നിലവിളിക്കണം. ഒരു ദേവാലയത്തിൻ്റെ പവിത്രതയിൽ നിങ്ങളിവിടെ എവിടെയാണോ അവിടെ ഇരുന്ന് വിശുദ്ധമായ ചിന്തകളോടെ യേശുവിനെ വിളിക്കുക. ഇപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ നിർത്തുക. മുട്ടുകുത്തി സാധിക്കുന്നവരെല്ലാവരും വിശ്വാസത്തോടെ ഈ ശുശ്രൂഷ പങ്കുചേരുക. എല്ലാവരും മുട്ടുകുത്തി ഈശോയിലേക്ക് നോക്കി യേശുവേ യേശുവേ ഉറക്കെ വിളിച്ച് വിളിച്ച് ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ വലിയ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. യേശുവേ ആരാധന ആരാധന, യേശുവേ 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 യേശുവേ. ഓരോ കുടുംബങ്ങൾ നിലവിളിക്കട്ടെ, ഓരോ മക്കൾ നിലവിളിക്കട്ടെ, രോഗികൾ നിലവിളിക്കട്ടെ, തകർന്നവർ നിലവിളിക്കട്ടെ. വിദ്യാർത്ഥിനികൾ യേശുവിനെ വിളിക്കുന്നു, ഹൃദയം ഇറങ്ങി വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. ആരാധന ഈശോയുടെ നാമത്തിൽ. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, അന്ധകാര കോട്ടകൾ തകരട്ടെ. യേശുവേ യേശുവേ